പൂട്ടിക്കിടന്ന റിസോർട്ടിൽ അതിക്രമിച്ച് കടന്ന് ദിവസങ്ങളോളം താമസിച്ച ശേഷം റിസോർട്ട് തല്ലി തകർക്കുകയും ലക്ഷങ്ങളുടെ സാധനങ്ങൾ കടത്തിക്കൊണ്ടു പോവുകയും ചെയ്ത സംഭവത്തിലെ പ്രധാന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട വെട്ടിപ്പുറം സ്വദേശിയായിട്ടുള്ള ഫെബിയാണ് പോലീസിന്റെ പിടിയിലായത്. പത്തനംതിട്ട വലഞ്ചുഴിയിലാണ് ഈ സംഭവം ഉണ്ടായത്. അഭിജിത്ത് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ഈ റിസോർട്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. പക്ഷെ ഒരു വർഷക്കാലമായി നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നതിനാൽ ഈ ഉടമ ഇവിടേക്ക് എത്തിയിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഒരു പെൺകുട്ടി അടക്കമുള്ള 11 സംഘം ഈ റിസോർട്ടിനുള്ളിൽ കയറിക്കൂടുന്നത്. പിന്നീട് ദിവസങ്ങളോളം വൈദ്യുതി പോലും ഇല്ലാത്ത ആ റിസോർട്ടിൽ ഇവർ താമസിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ റിസോർട്ട് മുഴുവൻ അടിച്ചു തകർക്കുകയും ലക്ഷങ്ങളുടെ സാധനങ്ങൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോവുകയും ചെയ്തത്. ഈ സംഭവത്തിലെ പ്രധാന പ്രതിയെയാണ് ഇപ്പോൾ പത്തനംതിട്ട പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇയാളെ സ്ഥലത്തെത്തിച്ച തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. കടക്ക് വെട്ടി തെളിച്ചായിരിക്കും പണിക്കാരെ നിർത്തി. നീ എന്താ പറ്റിയത്? വന്നിട്ട് വെള്ളം അടിക്കാൻ വേണ്ടി എത്ര സമയം ആദ്യം എത്ര മണിക്കൂർ? ഞാൻ രാത്രി 1:30 മണിക്കൂർ വന്നു. 1:30 പറഞ്ഞു. 1:30 തൊട്ടടുത്ത ദിവസമാണ്. 3 ദിവസം കഴിഞ്ഞിട്ട് അന്ന് ഇതുപോലെ രാത്രി 10 പിന്നെ വന്നിട്ടേ ഇല്ല. എത്ര നാളും പോയത്? എത്ര നാളായിരുന്നു? 3 മാസം. അതിനുശേഷം മുമ്പ് വന്നിട്ടില്ല. 2 ദിവസം മാത്രമേ വന്നിട്ടുള്ളൂ. രാത്രിയിലല്ലേ? ഇതൊന്നും എടുക്കാൻ ആദ്യമൊന്നും എടുക്കാനല്ല. കാണിച്ചു തന്നത് ഓരോ സ്പോട്ടിലോട്ട് വിളിച്ചു വരുത്തി. വീഡിയോ മുകളിൽ കയറുന്ന വഴി പെയിന്റ് അടിച്ചാലേ ഈ പെയിന്റ് അടിച്ചേക്കാറ് ഫോട്ടോയിലും മുഖത്ത് പെയിന്റ് അടിച്ചാലടാ പിന്നെ ആരാടിയാ? ഇതെനിക്കറിയത്തില്ല. ഞാൻ വരുമ്പോ ഇവിടെ പെയിന്റൊന്നും ഇട്ടിട്ടൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ ഒന്നും നമുക്കറിയില്ല. കലാകാരൻ സഞ്ജയോ? എവിടെയുള്ള സഞ്ജയ്? സഞ്ജയ് ആരാ സാർ? എൻ്റെ തൊണ്ടോ പേരുണ്ടോ? ഈ പറയുന്ന സഞ്ജയ് ആ ജുവലിലാണോ? ആ പിന്നെ സച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിച്ചു പിന്നെ നീ ഇവിടെ വന്നേ? അവരെവിടെ ഉള്ളവരാ? പിന്നെ ആരാന്നറിയത്തില്ലേ?
റിസോർട്ടിനുള്ളിൽ അതിക്രമിച്ച് കടന്ന 11-അംഗ സംഘം ദിവസങ്ങളോളം ഇവിടെ താമസിക്കുകയും വലിയ രീതിയിൽ ലഹരി ഉപയോഗം നടത്തുകയുമായിരുന്നു. അതിനുവേണ്ടി ഒരു പ്രത്യേക സ്ഥലം തന്നെ ഇവർ ക്രമീകരിക്കുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 10-ലധികം ആളുകൾക്ക് ഒരേ സമയം ഇരിക്കാൻ പറ്റുന്ന തരത്തിലാണ് അത്തരം ഒരു ഏരിയ ഇവർ ക്രമീകരിച്ചെടുത്തിരുന്നത്. അവിടെ നിന്നും ലഹരി വസ്തുക്കളുടെ അവശിഷ്ടങ്ങളടക്കം പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഈ സംഘം റിസോർട്ട് അടിച്ചു തകർക്കുന്നത്. പിന്നീട് ലക്ഷങ്ങളുടെ സാധനങ്ങൾ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി വിൽക്കുകയുമായിരുന്നു. എന്താണെങ്കിലും ഈ സംഭവത്തിലാണ് ഇപ്പോൾ പ്രധാന പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇതിനകത്ത് ആളുണ്ട് എന്നുള്ളത് പിന്നീട് താങ്കൾ അറിയുന്നത് എങ്ങനെയാണ്? നമ്മളിവിടെ മുമ്പിലെ ഗേറ്റ് അപ്പുറത്തെ പശുവൊക്കെ തീറ്റിക്കാൻ വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അമ്മ ഇവിടെ വന്ന് ഈ പശുവിനെ തീറ്റുന്ന സമയത്ത് അപ്പുറത്തൊരു വെള്ളക്കുഴിയുണ്ട്, വെള്ളം കളക്ട് ചെയ്യാനുള്ളൊരു. അപ്പോൾ അതിൻ്റെ അകത്ത് 3 AC യൂണിറ്റ് തല്ലിപ്പറിച്ചിട്ടേക്കുന്നത് കണ്ടു. ഇന്നർ യൂണിറ്റ് ഔട്ട് സൈഡിലെ കുഴിയിൽ അത് കിടക്കുന്നത് കണ്ടു. അപ്പോൾ അവർ മകനോട് പറഞ്ഞു. അയാളാണ് എനിക്ക് വാട്സപ്പിൽ ആ ഫോട്ടോ എടുത്തിട്ട് തന്നപ്പോഴാണ് മനസ്സിലായി ഇതിൻ്റെ ഇന്നർ യൂണിറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ആൾ കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് അകത്താണ്. പെട്ടെന്ന് ഞാൻ ഇവിടെ വരികയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ വന്ന് കയറിയപ്പോഴും നമുക്ക് ഈ രീതിയിലാണ് കാണുന്നത്. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു മോഷണമോ അല്ലെങ്കിൽ ഈ ഒരു സൈക്കോ രീതിയിൽ പെരുമാറുന്ന ഒരവസ്ഥ ഒരിക്കലും. ഈ റൂമുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിരോധന ഉറകളൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കാണാൻ സാധിക്കും. ഇവിടെ ലേഡീസിൻ്റെ കുറേ ഐറ്റങ്ങൾ അലമാരി വെച്ചിരുന്നു, അത് പലതും കാണുന്നില്ല. പ്രതികൾ സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ ലേഡി ഉണ്ടായാലും സംഭവിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ താങ്കൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടം വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇതിൻ്റെ അകത്ത് ഈ പൊളിഞ്ഞു കിടക്കുന്ന പോലിനേക്കാൾ ഉപരി ഈ വയറിങ് ചെയ്ത DB എന്നൊക്കെ ഉള്ളത് നീട്ടിയിട്ട് ഫിറ്റിങ്ങിന് നീട്ടിയിട്ട് വയറെല്ലാം ചേർത്തങ്ങ് മുറിച്ച് കുറേ വലിച്ചൊക്കെ എടുത്തു. കംപ്ലീറ്റ് വയറിങ് 8200 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് വയറിങ് ചെയ്തിട്ടിരുന്ന ഇത് മൊത്തം ഇമ്മര് നശിപ്പിച്ചു എന്നുള്ളത്. മെയിൻ DB ബോർഡിൽ നിന്ന് അകമയുള്ള ബോർഡിൽ നിന്ന് എല്ലാം ഇമ്മരും എടുത്ത് കണ്ടിച്ച് അത് ഉരുക്കി വിൽക്കുകയൊക്കെ ചെയ്തു. വയറിങ് ചെയ്തിരുന്ന വയറുകൾ മുഴുവൻ ഊരിയെടുത്ത് കൊണ്ടുപോയി വിറ്റു. കത്തിച്ച് അവിടെ നമ്മൾ ആ റൂമിൽ കണ്ട ചട്ടി കത്തിച്ചേക്കുന്നത് കാണാം. കത്തിക്കുന്ന 2 രീതി. വയർ കത്തിച്ചെടുക്കുക, ഇവർ ഈ കഞ്ചാവ് പോലെ കാര്യങ്ങൾ വരിക്കുമ്പോൾ ഈ പുകയുടെ വല്ല ലഹരി കൂടുമായിരിക്കും, എനിക്കറിയില്ല. അത്തരം ഒരു വിഭ്രാന്തി അവർ കാണിച്ചേക്കുന്നത് മൊത്തം. അത്തരം മോശപ്പെട്ട ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ഇത്രയും വൈകൃതമായി ഈ ഭിത്തിയൊക്കെ കാണിക്കാൻ കഴിയുന്നത്. AC-യും ഫ്രിഡ്ജും അടക്കം തകർത്തല്ലേ? AC, ഫ്രിഡ്ജ്, ഇന്ന സകല ഒരു വീട്ടിലേക്കുള്ള ആവശ്യമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. മിക്സി അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം അവർ തല്ലിപ്പൊട്ടിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ നല്ല ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന് തന്നെയുള്ള ഗ്രോഹയുടെ ഒറിജിനൽ ഫിറ്റിങ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല വിലയുള്ളൂ. അതെല്ലാം അവർ ആ റൂം കുത്തിപ്പൊളിച്ചെടുത്ത് കുറേ കൊണ്ടുപോയിട്ടുണ്ട്, കുറേ തല്ലിപ്പൊട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ ചെമ്പ് കിട്ടാനായിരിക്കാം. ഇപ്പോൾ ഇവിടെയൊക്കെ ഈ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ നേരത്തെ ഉണ്ടായിരുന്നതാണോ അതോ ഇവർ ചെയ്തിരിക്കുന്നതാണോ? ഇവർ ചെയ്ത് ഇത് മൊത്തം വൈറ്റ് പെയിന്റ് അല്ല, വേറെ പെയിന്റ് ഇല്ല. ഈ ചുമന്ന് അടിച്ചേക്കുന്നതല്ല ഇവരാണ്. അത് ഫർണിച്ചറിൽ അടിച്ചിട്ടുണ്ട്, ഭിത്തിയിലും ഇവർ അടിച്ചിട്ടുണ്ട്. പെയിന്റ് ഇവിടെ ഉണ്ടായിരുന്നു തന്നെയാണോ? പെയിന്റ് അവിടെ അപ്പുറത്ത് ഇരുന്ന് അത് പൗഡറായിട്ടിരുന്നതും എല്ലാം കൂടെ പലതും കൂട്ടിക്കൊഴിച്ച് സൊല്യൂഷൻ ഒഴിച്ച് അവരെങ്ങനെയോ ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ.